ഇനി കൊല്ലത്തേക്കാണ്. അവിടെ ശക്തമായ കാറ്റിൽ മരച്ചില്ല വീണ് കാർ തകർന്നു. കൊല്ലം കാവനാട് സ്വദേശിയായ ഡെന്റൽ ഡോക്ടറിന്റെ ഗോകുൽ എന്ന അദ്ദേഹത്തിന്റെ കാറാണ് തകർന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ശക്തമായ ആ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, എപ്പോഴാണ് ഈ മരം വീണത്? കാറിന് വലിയ തകരാറാണോ ഉള്ളത്? ഇന്നലെ വൈകിട്ട് 5:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാറ് ഒരു റോഡരികിൽ കടയോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ കാറിന് മുകളിലേക്ക് വലിയൊരു മരച്ചില്ല ഒടിഞ്ഞു വീണു. അത് കാവനാട് സ്വദേശിയായിട്ടുള്ള ഗോകുൽ എന്ന ദന്ത ഡോക്ടറിന്റെ കാറാണ്. കാറിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ കാറ് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയിലേക്ക് പോയി. ഇതിന് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് മുകളിലേക്ക് തന്നെ മരച്ചില്ലകൾ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈക്കുകൾക്കും ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കൊക്കെ തന്നെ ഈ മരച്ചില്ലകൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ കൊല്ലം ജില്ലയിൽ രാവിലെ ഉച്ചവരെ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ മഴ, സാധാരണ പറയില്ലേ പൊടിക്കുക എന്ന് പറയില്ല, അതിന് സമാനമായ രീതിയിൽ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കടൽ തീരത്തും വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ജീവന് ആശങ്കയാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ മരങ്ങൾ ഒഴിഞ്ഞു വീണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്ന് കടയ്ക്കൽ, അഞ്ചൽ, ആര്യങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കുണ്ട്രയാണ്. കുണ്ട്രയിൽ ഒരു വീടിന് മുകളിലേക്ക് 5 മരങ്ങളാണ് വീണത്. അയൽവാസിയുടെ പറമ്പിൽ ഉണ്ടായിരുന്ന മരങ്ങൾ ആ വീടിന് മുകളിലേക്ക് വീഴുകയാണ്. 21 വയസ്സുള്ള ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അതിൽ നിസ്സാരമായി പരിക്കേറ്റു. ആ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇനി ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ വീട്ടുടമസ്ഥയായിട്ടുള്ള ആ അമ്മ പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള മരച്ചില്ലകളും മറ്റും വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള അപകടങ്ങളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. വൈദ്യുതി വിതരണത്തിന്റെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം. ഒരു ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഒരു മരം നേരെ കാറിന് മുകളിലേക്ക് വീഴുകയാണ്. ആ കാറിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെപ്പോഴായിരുന്നു ഈ അപകടം? തമിഴ്നാട്ടിലും ഈ കനത്ത മഴയും പ്രശ്നങ്ങളും തുടരുകയാണോ? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. തെങ്കാശി മേഖലയിൽ, ചെങ്കോട്ട, തെങ്കാശി മേഖലയിലൊക്കെ തന്നെ ശക്തമായി തന്നെ മഴയുണ്ട്. കുറ്റാലത്തെ 5 വെള്ളച്ചാട്ടങ്ങൾ, കുറ്റാലം, അതുപോലെ തന്നെ ഓൾഡ് കുറ്റാലം, ഐന്തരണി അടക്കമുള്ള 5 വെള്ളച്ചാട്ടങ്ങളും പൂർണ്ണമായും അവിടുത്തെ ജനങ്ങൾ വന്ന് കുളിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അത് പൂർണ്ണമായും അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന് ചെങ്കോട്ടയ്ക്കടുത്താണ്, തെങ്കാശിക്കടുത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ ദൃശ്യങ്ങളുടെ ഉള്ള കാറ് കിടക്കുന്നതിന് സമീപത്താണ് ഒരു മരമുള്ളതും. മരം പൊടുന്നനെ മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ആ മരം താഴേക്ക് വീഴുമ്പോൾ റോഡ് സൈഡിലേക്കാണ് വീഴുന്നത്. റോഡ് സൈഡിലേക്ക് വീഴുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ തൊട്ട് മുന്നിൽ വേഗത്തിൽ പോകുന്നു. അതുപോലെ തന്നെ ഒരു ബൈക്കിൽ സഞ്ചരിച്ച ആളുണ്ട്. ഒരാൾ എതിർഭാഗത്തുകൂടി നടന്ന ആ മരത്തിന്റെ ചില്ലകൾ വന്നു വീഴുന്ന ഭാഗത്തുകൂടി നടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ അവർക്ക് ആർക്കെങ്കിലും വലിയ രീതിയിൽ പരിക്കുണ്ടായതായിട്ട് കാണുന്നില്ല. അതായത് ആ കാറിന്റെ മുകളിലേക്ക് വീണ് ബാക്കി ഉള്ള ചെറിയ സ്കൂട്ടർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണു എന്നൊഴിച്ചാൽ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വലിയ പരിക്കുണ്ടാകുന്ന അവസ്ഥയിലേക്കോ കാര്യങ്ങൾ പോയില്ല. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കാറ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അപകടമാണത്. കൊല്ലത്തും സമീപമായ തമിഴ്നാട്ടിലെ തെങ്കാശിയിലും ഒക്കെ വലിയ തോതിൽ കാറ്റും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മരം വീണുള്ള അപകടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും കണ്ണൻ നായർ പങ്കുവച്ചത്.